പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ച ഒരു കുറിപ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാണാനിടയായി. എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്ക ദേവാലയം തുറക്കണമെന്നും അവിടെ വിശുദ്ധ കുർബാന അർപ്പണം പുനരാരംഭിക്കണമെന്നും അതിനെ എതിർക്കുന്നവർ ആരൊക്കെയാണെന്നും വളരെ വിശദമായി അതിൽ കുറിച്ചിരിക്കുന്നു. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ആരും ധരിക്കേണ്ടതില്ല. സിനഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ചില വെപ്രാളങ്ങളും നീക്കങ്ങളും ഇവർക്കിടയിൽ നടക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ സമവായം എന്ന പേരിൽ വീണ്ടും പഴയ വിവാദങ്ങൾക്ക് ജീവൻ നൽകുവാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നു. സമവായം എന്ന പേരിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു രീതി അവതരിപ്പിച്ചിരുന്നുവല്ലോ. അത് നടപ്പാക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ എറണാകുളം അങ്കമാലിയിലേക്ക് അയക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം വിശ്വാസികളിൽ നിന്നുയരുന്നുണ്ട്. ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ ഭരണകാലത്തും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പണം നടന്നിരുന്നല്ലോ. എന്നാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ അത്തരത്തിൽ എത്ര പള്ളികളിൽ ആ സംവിധാനം യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയെന്ന് മാർ പാംപ്ലാനി അന്വേഷിച്ചിട്ടുണ്ടോ? സമവായ ഫോർമുല എന്ന പേരിൽ അവതരിപ്പിച്ച സംവിധാനത്തിൻ്റെ പ്രായോഗിക ഫലം വിലയിരുത്താൻ എന്തെങ്കിലും പരിശോധനയോ അവലോകനമോ നടത്തിയിട്ടുണ്ടോ? അവിടെയും കാര്യങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നത് വ്യക്തമാണ്. ഇതുവരെ നടന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇത്തരം നീക്കങ്ങളുടെ അന്തർലക്ഷ്യം തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ടാകില്ല. അതുകൊണ്ട് മാർ പാംപ്ലാനി പിതാവിനോടൊരു ചോദ്യം മാത്രം: ഈ സമവായ പരീക്ഷണം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? താങ്കൾ കൂടി അംഗമായ സിനഡ് പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ തീരുമാനിച്ച പരിശുദ്ധ പിതാവ് സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാനയായി അംഗീകരിച്ച ആരാധനക്രമം തന്നെയാണ് സഭയുടെ പൊതുവായ ആരാധനക്രമം. അങ്ങനെയിരിക്കെ അതിനെ മറികടന്ന് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വൈദികർക്ക് വീണ്ടും വീണ്ടും ഇളവുകൾ അനുവദിക്കുന്നതാണോ സഭയുടെ ഐക്യത്തിനും അനുസരണത്തിനും പരിഹാരം? വിശുദ്ധ കുർബാനയെ ഒരു ഭരണപരമായ സമവായ ഫോർമുലയുടെ ഭാഗമായി കാണുന്നത് തന്നെ ഗുരുതരമായ ആശങ്കയ്ക്കിടയാകുന്ന കാര്യമാണ്. വിശുദ്ധ കുർബാന സഭയുടെ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും കേന്ദ്രമാണ്. അതിനെ താൽക്കാലിക ധാരണകളുടെയും പ്രാദേശിക സമ്മർദ്ദങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നത് സഭയ്ക്ക് ഗുണകരമാകുമോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വീണ്ടും സെൻറ്റ് മേരീസ് ബസിലിക്ക ദേവാലയത്തിൽ സമവായം എന്ന പേരിൽ പുതിയ ചർച്ചകൾക്കും നീക്കങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ചും വിശ്വാസികൾക്ക് ആശങ്കയുണ്ട്. മുൻകാല സംഭവങ്ങൾ മറക്കാൻ കഴിയില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു വ്യക്തി താങ്കളോട് വേണ്ടി വന്നാൽ കത്തീഡ്രൽ ദേവാലയം ഞങ്ങൾ കത്തിച്ചു കളയും എന്നതുപോലെയുള്ള ഗുരുതരമായ ഭീഷണി മുഴക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവവും ഉണ്ടായിരുന്നില്ലേ? അന്ന് താങ്കളുടെ നിലപാട് മേലിൽ ഇവന്മാരെ അരമനയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നില്ലേ? എന്നിട്ടും ഇന്ന് വീണ്ടും അതേ ആളുകളുമായി സഹകരിച്ച് അതേ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത് സഭയ്ക്ക് യഥാർത്ഥത്തിൽ എന്ത് ഗുണമാണ് നൽകുക? അത്തരം അനുഭവങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ വീണ്ടും അതേ രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് മടങ്ങുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കില്ലേ? അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന തിരുവചനത്തിൻ്റെ മുന്നറിയിപ്പ് ഇവിടെ ഓർക്കേണ്ടതല്ലേ? സഭയുടെ സമാധാനത്തിനും ഐക്യത്തിനും മുൻഗണന നൽകേണ്ട സിനഡ് അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ സഭയിൽ കൂടുതൽ ആശയക്കുഴപ്പവും വിഭജനവും സൃഷ്ടിക്കാനിടയാകുന്ന നീക്കങ്ങളോട് ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്.
സഭയ്ക്ക് ദോഷം വരുത്താൻ ഇടയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന ആശങ്ക വിശ്വാസികൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ തള്ളിക്കളയുകയല്ല, മറിച്ച് സഭാ നേതൃത്വം ഗൗരവത്തോടെ വിലയിരുത്തുകയാണ് വേണ്ടത്. ഇനിയും വൈകാതെ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും സഭയുടെ സമാധാനത്തിനും ഐക്യത്തിനും നന്മയ്ക്കും പ്രഥമ പരിഗണന നൽകുകയും ചെയ്യേണ്ട സമയമാണിത്. ഒരു കാര്യം കൂടി പറയാതെ നിവൃത്തിയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ആരോപിക്കപ്പെട്ട ചില വൈദികർക്കെതിരെ കാനോനിക നടപടികൾ സ്വീകരിച്ചിരുന്നുവല്ലോ. അതിൻ്റെ ഭാഗമായി പ്രത്യേക നീതിന്യായ കോടതി അഥവാ ട്രിബ്യൂണൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ നടപടിക്രമങ്ങളെയും കോടതിയുടെ പ്രവർത്തനങ്ങളെയും മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. സഭയുടെ നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ പ്രവർത്തനം മരവിപ്പിക്കുമ്പോൾ അതിൻ്റെ നിയമപരവും നീതിപരവുമായ അടിസ്ഥാനത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. സഭയുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ പ്രവർത്തനത്തെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണിത്. സഭയിൽ നീതി നടപ്പാക്കേണ്ട സംവിധാനങ്ങൾ ആവശ്യാനുസരണം സ്ഥാപിക്കുകയും പിന്നീട് സൗകര്യാനുസരണം മരവിപ്പിക്കുകയും ചെയ്യുന്നത് സഭയുടെ നീതിബോധത്തെയും വിശ്വാസികളുടെ വിശ്വാസത്തെയും ദുർബലപ്പെടുത്തുകയല്ലേ? നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. സഭയുടെ നിയമവും അച്ചടക്കവും ചിലരുടെ സമ്മർദ്ദത്തിനനുസരിച്ച് മാറി മാറി പ്രയോഗിക്കപ്പെടുന്നുവെന്ന തോന്നൽ വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല. അതിനാൽ പഴയ വിവാദങ്ങൾക്ക് പുതിയ പേരുകൾ നൽകി വീണ്ടും ജീവൻ നൽകുന്നതിന് പകരം കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സഭയുടെ നിയമവും നീതിയും സമാധാനവും ഐക്യവും മുൻനിർത്തി വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. സമവായം എന്ന പേരിൽ വീണ്ടും ആശയക്കുഴപ്പത്തിനും വിഭജനത്തിനും വഴിയൊരുക്കുന്ന ഒരു പരീക്ഷണം സഭയ്ക്കിന്ന് ആവശ്യമില്ല. സഭയ്ക്കാവശ്യം വ്യക്തതയാണ്. അഭിമന്യ പിതാക്കന്മാരെ, ഇതൊന്ന് കേൾക്കുമല്ലോ. ഒരു സഭയെ മുഴുവനായി മോശമായി ചിത്രീകരിക്കുകയും മെത്രാന്മാരെ അടച്ചാക്ഷേപിക്കുകയും വൈദികരുടെ പദവിക്കും പൊതുസമൂഹത്തിലും വിശ്വാസികളുടെ മനസ്സിലും മോശമായ പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ചെയ്ത ഒരാളെ തന്നെ പാസ്റ്റർ സെക്രട്ടറി പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് അവരോധിക്കുക, സഭയിലെ ഇന്നത്തെ കുഴപ്പങ്ങൾക്ക് ഉത്തരവാദികളെന്ന് വിശ്വാസികൾ കരുതുന്നവരെ വിവിധ കമ്മിറ്റികളിലും സ്ഥാനങ്ങളിലും തിരികെ കയറ്റുക, സഭാ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെയും അധികാരത്തെയും അംഗീകരിക്കാതെ തോന്നിയ പോലെ പ്രവർത്തിക്കുക. ഇതെല്ലാം ഒരു മെത്രാപ്പൊലിത്തൻ വികാരി എന്ത് ലക്ഷ്യം വെച്ചാണ് ചെയ്യുന്നതെന്ന് സഭ വ്യക്തമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഈ വരുന്ന സിനഡിൽ, അതായത് ഓഗസ്റ്റ് 17 ആരംഭിക്കുന്ന സിനഡിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യേണ്ടി വന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല ഏറ്റെടുക്കാൻ ഇനി ഒരു മെത്രാനും തയ്യാറാകാത്ത സാഹചര്യം സൃഷ്ടിക്കണം. ഇവരെ ഭയന്ന് ആരും അങ്കമാലി അതിരൂപതയിലേക്ക് വരരുത് എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കണമെന്ന ഗൂഢലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ വെറും മണ്ടത്തരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. ഇനി സഭയെ വീണ്ടും പഴയ വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാതെ സത്യത്തിൻ്റെയും നീതിയുടെയും സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങളുടെയും വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നേതൃത്വത്തിന് കഴിയണം.